കേരളത്തിലേക്ക് അരി എത്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പായിട്ടും കേരളത്തിലെ അരിവില കുറയുന്നില്ല. സാധാരണക്കാരുടെ ജനകീയ ബ്രാൻഡുകൾക്കൊക്കെയും പൊള്ളുന്ന വിലയാണ് വിപണിയിൽ. നെല്ലിന് ആശ്വാസകരമായ അടിസ്ഥാന വില ലഭിക്കാത്തതും കൃഷിനാശവുമാണ് ഈ മേഖലയിൽ നിന്നും കർഷകർ പിന്തിരിയുവാനും അതുവഴി കൃഷി കുറയുവാനും കാരണമായിരിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ ആവശ്യമായ അരി ലഭിച്ചിരുന്നത് നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടും കുട്ടനാട്ടിൽ നിന്നുമൊക്കെ ആയിരുന്നു. എന്നാൽ നെല്ലിന് അടിസ്ഥാന വില ലഭിക്കാത്തതും കൃഷിക്ക് സർക്കാർ പ്രോത്സാഹനം കുറഞ്ഞതും തൊഴിലാളി ക്ഷാമവും ഒക്കെ ഒത്തുചേർന്നപ്പോൾ ഇവിടെ നെൽകൃഷി അന്യമാകുന്നതിന് കാരണമായി. അങ്ങനെ മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ അന്നത്തിനായി അതിർത്തി സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയും വന്നു. കേരളത്തിന്റെ നെല്ലറ പാലക്കാടാണെങ്കിലും സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന കുട്ടനാടും ഇതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പേരിൽ രണ്ട് നെല്ലറയുണ്ടെങ്കിലും കേരളത്തിലെ സാധാരണക്കാരുടെ വിശപ്പകറ്റുവാനുള്ള അന്നം കണ്ടെത്തുവാൻ ഇതുകൊണ്ടും കഴിയുന്നില്ല. ഇതോടുകൂടിയാണ് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത്. അവിടെയാകട്ടെ വിളവെടുപ്പായിട്ടും അരിവില കുറയുന്നില്ല എന്നതാണ് വസ്തുത. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസവും കാർഷിക മേഖലയിൽ ഗവൺമെന്റുകളുടെ ഇടപെടൽ കുറയുന്നതുമൊക്കെ ആവശ്യത്തിന് നെല്ല് ലഭ്യമാകുന്നതിന് തടസ്സമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. തൊഴിലാളി ക്ഷാമം നേരിട്ടതോടുകൂടി യന്ത്രസഹായത്താൽ കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായെങ്കിലും ഇതുകൊണ്ടും കാർഷിക മേഖലയുടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. കൃഷി ഇറക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഭീമമായ ചെലവ് തന്നെയാണ് കർഷകന്റെ നട്ടലൊടിക്കുന്നത്. മലയാളികളുടെ ജനകീയ ബ്രാൻഡിനൊക്കെയും ഇന്ന് പൊള്ളുന്ന വിലയാണ്. എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയെ അപേക്ഷിച്ച് നേരിയ കുറവ് വിപണിയിൽ ഉണ്ടായിട്ടുമുണ്ട്. മുന്തിയ ബ്രാൻഡുകൾക്ക് ശരാശരി 55 മുതൽ 60 രൂപ വരെയാണ് കിലോയ്ക്ക് വില. പ്രധാനമായും തമിഴ്നാടിനെയും ആന്ധ്രയെയുമാണ് കേരളത്തിലെ അരിമില്ലുടമകൾ ആശ്രയിക്കുന്നത്. അവിടെയാകട്ടെ വിളവെടുപ്പായിട്ടും വില കുറയുന്നുമില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ ലഭിക്കാത്തതാണ് കൃഷിയെ സാരമായി ബാധിച്ചത്. വിണ്ടുണങ്ങിയ പാടത്തെ നെൽക്കതിരുകൾ വീണുണങ്ങുന്നത് കർഷകരെ കടക്കണിയിലുമാക്കി. ഇങ്ങനെ കരിഞ്ഞുണങ്ങുന്ന കതിരുകൾ മെതിച്ചും കേരളത്തിലേക്ക് അരി കയറ്റി അയക്കുന്നുമുണ്ട്. തത്വത്തിൽ മലയാളികളുടെ വിശപ്പകറ്റുവാൻ കഴിയുന്ന അന്നത്തിനായി പൂർണ്ണമായും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കേരളം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.